പോലീസ് എങ്ങനെയാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറിയെ കൊണ്ടുപോയത്? ചേർത്ത് വിളിച്ചു, മോനെ നീ വിഷമിക്കല്ലേ, നീ ബുദ്ധിമുട്ടല്ലേ എന്ന് ഒരു ഫീഡിംഗ് ബോട്ടിൽ കൂടി കൊടുത്താൽ നന്നായിരുന്നു. ഒരു ഫീഡിംഗ് ബോട്ടിൽ കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചു കരയായിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് SFI സംസ്ഥാന സെക്രട്ടറി. കാലിക്കറ്റ് സർവകലാശാലയിൽ SFI ഗവർണർക്കെതിരെ നടത്തിയ സമരം പരസ്പര ധാരണയോടെയാണ് എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മുഖ്യമന്ത്രി കടന്നുവരുന്ന വഴികളിൽ കോൺഗ്രസിന്റെ പോഷക സംഘടനകളായ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ നടത്തുന്ന സമരം അക്രമാസക്തം ആയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് അതിനെ നേരിടുന്ന രീതി, അതായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടിറങ്ങി യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് പോലീസിനെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് മാധ്യമങ്ങൾ അടക്കം ആരോപിക്കുന്നത്. അതിൽ ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിനുണ്ട്. എന്നാൽ അതേസമയം ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയായ SFI കേന്ദ്ര ഗവൺമെന്റ് പ്രതിനിധിയായ ഭരണഘടനാ തലപ്പത്തിരിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ കേരളത്തിലെ പോലീസ് അവരെ കൈകാര്യം ചെയ്യുന്നത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട്. അതിനിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയും കടന്നു വന്നിരിക്കുന്നത്. VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് മുഴുവനായും കേൾക്കാം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കരിങ്കുടി കാണിക്കുമ്പോൾ ആരെങ്കിലും അക്രമം നടത്താൻ ഇറങ്ങി പുറപ്പെടുവാന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇദ്ദേഹം തന്നെ പറയണത് കരിങ്കുടി കാണിച്ച സ്ഥലങ്ങളിലെല്ലാം പോലീസ് ക്രിമിനലുകളെ കൊണ്ടും ഗുണ്ടകളെ കൊണ്ടും കരിങ്കുടി കാണിച്ച പാവം കുട്ടികളെ മുഴുവൻ അടിച്ച് തല്ലിക്കൊല്ലാൻ ശ്രമിച്ച മുഖ്യമന്ത്രി, അതിനെ ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രി, ഇപ്പോ ഗവർണർ അതിനെതിരെ പ്രതിഷേധിച്ചല്ലാണ് പ്രശ്നം. ഗവർണർക്കെതിരായിട്ട് ആര് പ്രതിഷേധിക്കുന്നതിലും ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ SFIക്കാർ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അത് സമാധാനപരമായ പ്രകടനവും, KSUക്കാർ കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അത് ആത്മഹത്യാ സ്ക്വാഡും എന്ന് വകതിരിക്കുന്നുണ്ടല്ലോ, രണ്ടായി തിരിക്കുന്നുണ്ടല്ലോ. അതിൽ എന്തർത്ഥമാണുള്ളത്? പോലീസിലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ള ആളുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് പോലീസ് ക്രിമിനലുകളും ഗുണ്ടകളും KSUക്കാരെയും യൂത്ത് കോൺഗ്രസുകാരെയും ആക്രമിച്ചത്. SFI നടത്തിയ സമരത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണങ്ങൾ ഒരുപക്ഷെ സമൂഹത്തിന്റെ ഇടയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ്. കാര്യം, ആരിഫ് മുഹമ്മദ് ഖാൻ വരുന്ന സമയത്ത് അവിടെ SFIയുടെ സമരം ഉണ്ടായിരുന്നില്ല. ഗവർണർ അവിടെ എത്തിയതിന് മണിക്കൂറുകൾക്ക് മുൻപ് SFI സമരം ചെയ്യുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയുമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ പ്രധാന ആരോപണം എന്ന് പറയുന്നത് ഗവർണറും SFIയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതെന്നാണ്. സാധാരണ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി, മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇരുവരും ചേർന്ന് നടത്തുന്ന ഒരു ഒത്തുകളിയാണ് ഈ പറയുന്ന സർവകലാശാലയിലെ SFI ഗവർണർ നാടകമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. സ്വന്തം ആളുകളോട് സ്നേഹപൂർവ്വം പോലീസ് മോളെ കരയില്ലേ, വിഷമിക്കല്ലേ, നീ എന്റെ കൂടെ വാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കൊണ്ടുപോകുന്നു. ഈ നാട്യവും ഈ അഭിനയവും ഈ പ്രഹസനവും എല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് എന്ന് ഈ മുഖ്യമന്ത്രി മറന്നുപോയി. രണ്ട് രീതിയാണ്. മറ്റേത് ക്രിമിനലുകളെ കൊണ്ട് പോലീസ് കസ്റ്റഡിയിലിരിക്കുന്ന ആളുകളെ തല്ലുക, മുഖ്യമന്ത്രിയുടെ എസ്കോർട്ടിൽ പോകുന്ന ആളുകളെ കൊണ്ട്. കല്യാശ്ശേരി മുതൽ പത്തനംതിട്ട വരെ നടന്നത് അതാണ്, ആക്രമമാണ് നടന്നത്. എന്നിട്ട് ഇതിനെ ന്യായീകരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, കരിങ്കൊടി കാണിക്കുകയോ ഏത് വിഷയം പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു ഇതുമില്ല. ഗവർണർ എയർപോർട്ടിൽ എത്തുന്നത് 7 മണിക്കാണ്. 7:30-8 മണിയോടെയാണ് ഗവർണർ ക്യാമ്പസിൽ എത്തുന്നത്. സമരം തുടങ്ങുന്നത് 3 മണിക്ക്. ഏകദേശം 6 മണിയോടെ സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നു. ഗവർണർ എത്തുന്ന സമയത്ത് അദ്ദേഹം വന്നതിന്റെ എതിർവശത്തായിരുന്നു പ്രതിഷേധം നടത്തിയത്. ഇതൊക്കെ തന്നെ സമരം ഒത്തുകളി ആണെന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് രണ്ടു ഭാഗത്തും ഒരു പോറലും ഏൽക്കാതെ ഗവർണർ വരുന്നതിന് മുൻപ് SFI സമരം ചെയ്യുന്നു. ഗവർണർ സുഗമമായി കയറുന്നു. ഗവർണർ വന്നതിന് ശേഷം വീണ്ടും സമരം ചെയ്യുന്നു. അതിനുശേഷം ഗവർണർ ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യുന്നു. ആ ഫ്ലെക്സ് ബോർഡുകൾ മാറ്റി പകരം വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നു. ഇതൊക്കെ തന്നെ രണ്ടു ഭാഗത്തിനും ഒരു തരത്തിലുള്ള പോറലും ഏൽക്കാതെ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് പോലെ കൃത്യമായി സമയം പാലിച്ച് നടത്തുന്ന ഒരു നാടകം എന്ന രീതിയിലാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന് മറുപടിയായി CPM SFI നേതാക്കൾ എന്തു പറയും എന്നതാണ് ആദ്യത്തെ ചോദ്യം.